വെൽക്കം ബാക്ക് ടു റെഡ്സ് കിച്ചൻ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും ചിക്കനും ഒക്കെ ചേർത്ത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള വെള്ളം എടുക്കാം. 225 മില്ലി വെള്ളമാണ് എടുക്കുന്നത്. അതായത് ഒരു കപ്പിനേക്കാളും ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ കുറവെടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്ക്ക് പകരം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 300 ഗ്രാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം എന്ന് പറയുമ്പോൾ കപ്പിലാണ് നിങ്ങൾ അളന്നെടുക്കുന്നതെങ്കിൽ 2 കപ്പും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയും കൂടെ എടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആദ്യം ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ സ്ക്രേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. എല്ലാം ഒരുമിച്ചായി കഴിഞ്ഞാൽ കുറച്ച് സമയം കൈകൊണ്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. ബൗളിൽ തന്നെ വെച്ച് ഇതേപോലെ തിരിച്ച് കുഴച്ചെടുത്താൽ മതി. ഈ രീതി ചെയ്തെടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ. നിങ്ങൾക്കിത് മൈദ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. മൈദ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും, പിന്നെ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഗോതമ്പ് പൊടി ആകുമ്പോൾ അതൊന്നുകൂടി ന്യൂട്രീഷ്യസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടി തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. മൈദയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതിയാവും. അതായത് ഒരു 100 ഗ്രാം പൊടിക്ക് 60 ഗ്രാം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി കുറവ് വെള്ളം മതിയാവും. പക്ഷെ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണ്ടി വരും. ഇവിടെ ഞാനിപ്പോൾ 100 ഗ്രാം പൊടിക്ക് 75 ഗ്രാം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 75% ഹൈഡ്രേഷനുള്ള ഒരു മാവായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നേരം ഈ രീതിയിൽ ഇത് കുഴച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഈ മാവിടെ ഒന്നുകൂടി സോഫ്റ്റായിട്ട് ചെറിയൊരു ഇലാസ്റ്റിസിറ്റി ഒക്കെ മാവിന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യൊന്ന് തടവി കൊടുക്കുക. എന്നിട്ടിത് ഈ ബൗളിൽ തന്നെ മൂടി വെച്ച് ഡബിൾ സൈസായി വരുന്നത് വരെ മാറ്റി വയ്ക്കുക. ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂറൊക്കെ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നേരം റെസ്റ്റ് കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3-4 മിനിറ്റ് നേരം ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഇവിടെ ചിക്കൻ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതായിപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇത് പതിയെ ഒന്ന് അമർത്തി ഇതിലുള്ള എയർ ഒന്ന് പുറത്തേക്ക് കളയാം. ഇനി ഇത് അല്പം ഗോതമ്പ് പൊടി വെത്തിയിട്ടുള്ള ഒരു പ്രതലത്തിലേക്ക് മാറ്റാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 14 ഇഞ്ച് നീളം, 9 ഇഞ്ച് വീതി, ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ പരത്തിയിട്ടുള്ളത്. ഇതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ ചിക്കൻ തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയുടെ തണ്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്സ സോസ് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ സോസ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ചിക്കൻ നിരത്തി കൊടുക്കുക. സെൻറ്ററിലായിട്ടാണ് നമ്മളിതിങ്ങനെ ഫില്ലിങ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, സവാള, മല്ലിയിലയുടെ തണ്ട് ഇത്രയും കൂടെ നിരത്തി കൊടുക്കാം. ഇനി അല്പം ഒലിവ് റിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീനും ബ്ലാക്കും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സോട് വിതറി കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് വിതറി കൊടുക്കുക. ഞാനിവിടെ ചെഡാർ ചീസും മൊസറല്ല ചീസും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഈ ഭാഗത്ത് നിന്ന് ഈ ഫില്ലിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് മറ്റേ ഭാഗം മടക്കി വയ്ക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ 6 കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിക്കുന്നത്. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം വെക്കാൻ. ഇനി ഇതൊരു കുറഞ്ഞത് 20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിവിടെ ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയിൽ അല്പം പാല് ചേർത്തത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത്രയും വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് ഒലിവ് റിങ്സ് വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കാം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ചൂടാക്കിയിട്ടുള്ള ഓവനിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ 18 തൊട്ട് 20 മിനിറ്റ് വരെയാണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓവനില്ലാതെ സ്റ്റൗ ടോപ്പിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ബ്രെഡും പിസ്സയൊക്കെ സ്റ്റൗ ടോപ്പിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ രീതി നമുക്കിത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. പുറത്തേക്ക് എടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അധികം തണുത്ത് പോകുന്നതിന് മുമ്പ് ചെറു ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.